ഈ ശരിക്കും ഡയറക്ഷൻ എങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി? അത് അച്ഛനൊരു സിനിമ ഉണ്ടായിരുന്നു, ഇളയരാജ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ആ സിനിമയുടെ സമയത്ത് ഞാൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡയറക്ടർ അങ്കിൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത്. അപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ 3rd പഠിക്കാൻ തോന്നുന്നു, 3ാം ക്ലാസ്. ഇൻട്രസ്റ്റ് തോന്നിയോ? അങ്ങനെ ഇൻട്രസ്റ്റ് ഇൻ ദ സെൻസ് സാധാരണഗതിയിൽ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരുങ്ങി ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അത് ഇത് ചെയ്യാനാ ഇഷ്ടപ്പെടുക. അതെ, എനിക്കിങ്ങനെ പിന്നെ അങ്കിൾക്ക് ഇത് മനസ്സിലായി, എനിക്കിങ്ങനെ ഡയറക്ഷനോട് ചെറുതായിട്ട് ഇതുണ്ടെന്ന്. അങ്ങനെ അപ്പൊ എന്റെ കൂടി ഇരുത്തി ഇങ്ങനെ ഇതൊക്കെ കാണിച്ചു തന്ന്. മാധവ് രാംദാസ് സാർ. ഓ, അപ്പൊ ആദ്യം കൈ തൊട്ടത് അദ്ദേഹം അല്ല, അവള് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നിട്ട് അല്ല പഠിപ്പിക്കുന്ന ഫസ്റ്റ് പറഞ്ഞിരുന്ന ഗുരുസ്ഥാനം അദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ എന്റെ ദൈവം. എന്നിട്ട് ഇനി ഭാവിയിൽ അപ്പം എങ്ങനെ ഡയറക്ഷനിലേക്ക് ഇറങ്ങും? സയൻസ് സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്, സോർട്ട് ഓഫ് സബ്ജക്ട്. സൈബർ സെക്യൂരിറ്റി എടുക്കാനാണ് ഇത്. അപ്പം ഒരു പാഷനായിട്ട് കൊണ്ടുപോവാം. അപ്പന് ആഗ്രഹമുണ്ടോ എന്റെ കൊച്ചു ഇന്ന പോലെ ആവണം എന്നോ? അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്റെ കൊച്ചു പഠിച്ച് ഇന്ന ഡോക്ടർ ആവണം? എല്ലാ അപ്പന്മാർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മുടെ പിള്ളേർ ഇങ്ങനെ ആവണമെന്ന്. അല്ല, പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള, അതായത് ഒരു ഡിപ്പെൻഡ് ചെയ്യാതെ ജോലി സമ്പാദിക്കണം ഒരാഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത് ഏത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ഒരു സ്ട്രോങ് വുമൺ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ബോൾഡായിട്ടുള്ള ഒരു കുട്ടി. പിന്നെ കുറച്ച് മനുഷ്യത്വമൊക്കെ വേണം, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയണം. ഇങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എങ്ങനെ ആയിരിക്കണം ആ അഡ്വൈസ് ആ കുഞ്ഞിന് ആ ഒരു വിൽ പവർ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് അപ്പന്റെ വക എന്നാ? ഈ കഴിഞ്ഞ ഒരു വാക്കേ ഉള്ളൂ, എങ്ങനെ മോട്ടിവേറ്റഡ് ആകുന്നു? അതല്ല, നിയമസഭാ ഇലക്ഷൻ നടന്നില്ലേ കഴിഞ്ഞ്? അന്നേരമാണ് ഇവിടെ ചോദിക്കുന്നത് നിയമസഭ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് എന്താണ് ഈ ലോകസഭയും നിയമസഭയൊക്കെ? കാര്യം ഇവർ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ചുകൂടി ഇവരെയൊക്കെ പ്രാക്ടിക്കലായിട്ട് എന്താണ് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് അത്ര വലിയ ധാരണയൊന്നുമില്ല കുട്ടികൾക്ക് പല കാര്യങ്ങൾക്കും. കാരണം ഇവരുടെ പ്രായത്തിൽ അറിയാമായിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് അധികം അറിയില്ല. അപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഇപ്പം ന്യൂസൊക്കെ ഞാനിങ്ങനെ കൂടുതലും കണ്ടോണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ചോദിക്കുക അതെന്താ അങ്ങനെ. അപ്പോൾ എന്ന് വെച്ച് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്, അതിനെക്കുറിച്ച് അത്ര. അപ്പം ഞാൻ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, നമ്മളിവിടെ വെറുതെ ജീവിച്ചിങ്ങനെ പോയിട്ട് കാര്യമില്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാലേ ഉള്ളൂ നാളെ നമ്മുടെ അടുത്ത ആരെങ്കിലും ചോദിച്ചാൽ നമുക്കത് പറഞ്ഞു കൊടുക്കണ്ടേ. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ചിലത് ഭയങ്കര മണ്ടത്തരം ചോദിക്കും, അന്നേരം കുറേ ഞാൻ ചിരിക്കും, അവളും ചിരിക്കും, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ മോക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം, അതായത് ഇപ്പൊ ഫീൽഡിലേക്ക് വരണം, അല്ലെങ്കിൽ ഇന്ന പോലെ അപ്പൻ ഒത്തിരി അഡ്വൈസസ് തരുന്നുണ്ട്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് മോഡൽ ലൈഫിൽ എന്താ തീരുമാനം എടുത്തേ? അങ്ങനെ അപ്പം പറയുന്ന പോലെ ഇങ്ങനെ കുറച്ച് മനുഷ്യത്വം വേണം, ബോൾഡായിരിക്കണം, അതുപോലെ ആകണം, ഒരു സമൂഹത്തിന് അവെയർ ആയിരിക്കണം നമ്മളെപ്പോഴും. അതായത് നമ്മളെപ്പോഴും മനസ്സുകൊണ്ട് നമ്മളൊന്ന് കരുതൽ വേണമല്ലോ എപ്പോഴും, ഇന്നതുപോലെ നടക്കുന്നുണ്ട്, അപ്പൊ നമുക്കും അത് നോക്കണം. അങ്ങനെ ഒരു വിൽ പവർ ഉള്ളിലേക്ക് വന്നു എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഞാൻ വേറൊരു ടാസ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഞാൻ പറഞ്ഞു, ഞങ്ങള് 3 മക്കളാ, ഞാനാണ് ഏറ്റവും മൂത്തത്. ഇപ്പൊ ഇവളും അതേ റെസ്പോൺസിബിലിറ്റിക്ക് വന്നു. മൂത്തതായ റെസ്പോൺസിബിലിറ്റി കൂടുതലാണെന്ന് അപ്പം പറഞ്ഞാണോ ഞാൻ കൊടുത്ത ടാസ്ക്? അപ്പ പറഞ്ഞേ അല്ല, ശരിക്കും അങ്ങനെയാണോ? അപ്പ മൂത്ത കുട്ടികളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നാണോ? എല്ലാവർക്കും ഈക്വൽ അല്ലേ? അല്ല, അങ്ങനെയല്ല. എന്താണെങ്കിലും എന്താ പറയുന്നത്, മുതിർന്ന ഇപ്പോൾ ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ഉണ്ടെങ്കിൽ തീരെ ചെറുതുകളായിരിക്കുമല്ലോ. അതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുന്നത്, എല്ലാവരുടെയും ഒരു കരുതലും, എല്ലാവരെയും ഒരുപോലെ ഒന്ന് നോക്കാനും, അവർ ചേട്ടാന്നൊക്കെ വിളിച്ചിട്ട് ഒരു ബഹുമാനവും സംഭവമൊക്കെ വരുമ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ അറിയാതെ വരും. ഞാനങ്ങനെ അറിയാതെ വന്നു പോയ ഒരാളായോണ്ട്. അറിയാതെ വരുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇതുപോലെ ആവണം, ചേച്ചി ചെയ്ത് തരൂന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ ഡിമാൻഡിങ് ചെയ്തേക്ക്, ഞാൻ വരുമ്പോ അത് ചെയ്തേക്ക്. അങ്ങനെ ചെയ്ത് നമ്മൾ അങ്ങനെ ആവുന്നതായിരിക്കും. അമ്മയെ ഭയങ്കരമായിട്ട് അനുകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവളെ വഴക്ക് പറയുന്നതൊക്കെ അവള് വഴക്ക് പറയുന്ന പോലെയാ, ഒന്നും ക്ലിയർ ആവൂല. എന്തായാലും സ്പീഡും ഫോഴ്സിനും കുറവൊന്നുമില്ല. ഓക്കെ. എല്ലാ ഇടയ്ക്കും മോനെ എന്നൊക്കെ വിളിക്കും. ചേട്ടൻ 2 പിള്ളേരുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാ? അതെ അതെ. ചെറുതിന് അപ്പൻ ഇതേപോലെ ഭയങ്കര ചിരിയാന്ന് ഇത് കാണുമ്പോ. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, നീ കുട്ടിക്കാലത്ത് എന്തായിരുന്നോ അത് കാണാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ കണ്ടോളാം. ഇതിന്റെ ഒരു പടി മേലെ കുറവായിരുന്നു മോള്, അതിന്റെ മേലെയാണ് അനിയത്തി. ഞാൻ കൃഷ്ണനും അവള് മറ്റുള്ള രാധയുമാണ്.
പുള്ളിക്കാരിക്ക് ഇച്ചിരി കൃഷ്ണഭക്തി കൂടുതലല്ല, അതുകൊണ്ട് ഈ കൃഷ്ണന്റെ പടം, കൃഷ്ണന്റെ ഫോട്ടോ, കൃഷ്ണന്റെ കാർട്ടൂൺ ഇതൊക്കെ കുറച്ച് കാണും. അപ്പൊ ഇവിടെ നിന്ന് ഒരു മയിൽപ്പീലി ഓടിച്ചോണ്ട് വന്ന് കുത്തി ഓടക്കുഴലും വെച്ചിട്ട് എന്നെ വേറെ ലെവലിലാക്കി കൃഷ്ണനാക്കി നിർത്തിയിട്ട് പുള്ളിക്കാരി അതൊക്കെ റീലിടത്തെന്താ, ഞങ്ങളൊക്കെ കാണുമായിരുന്നല്ലോ. അല്ലെ അന്നേരം കൃഷ്ണന്റെ ഷേപ്പ് അത്ര നല്ല രീതിയിലല്ല. അത് മാത്രല്ല ക്യാമറ കൊണ്ടുവരുമ്പോ ഇതൊന്നും ചെയ്യത്തില്ല. പുള്ളിക്കാരത്തി അത് കുറെ നേരം ചിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അമ്മയുടെ ടേസ്റ്റ് എന്താണ്? അത് പക്ക വീട്ടമ്മയായിട്ടിരിക്കാനാണോ ഇഷ്ടം? അമ്മയ്ക്ക് അങ്ങനെ തന്നെയാണ്. പക്ക വീട്ടമ്മ, ഹൗസ് വൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിക്കാരിക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ്. ഈ ഇപ്പൊ വീഡിയോസ് ആണെങ്കിൽ ഈ കുക്കറിയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇളയാളും കൂടെ വന്നതോടുകൂടി ഭയങ്കര ബിസിയാണ്. പിന്നെ എന്നെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്കും വീട്ടിൽ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാറില്ല. പ്രത്യേകിച്ച് കുക്കിങ്ങിലും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്യാറില്ലല്ലോ. ഇതെല്ലാം ഉണ്ടാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വരുമ്പോ നമ്മൾ കഴിച്ചിട്ട് എണീറ്റ് പോലെ അല്ല, അതിനിടയ്ക്ക് എന്തെങ്കിലും കുറ്റമുണ്ട് അതും പറയും. അയ്യോ തമ്പുരാനെ, ഒരു ബോണസ് കൂടെ കൊടുക്കാറുണ്ട്. അപ്പൊ അത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാ. പെൺകുട്ടികളുണ്ടായ അമ്മയുടെ ആഗ്രഹം കുട്ടികൾ കൂടെ നടത്തുന്നു, അങ്ങനെ എന്തെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടോ? അമ്മയ്ക്ക് ഡാൻസ് ആവണമെന്നോ പാട്ടുണ്ടെന്നോ? ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് ഡാൻസ് അങ്ങനെ കഴിവായിട്ട് അമ്മയുടെ ഒന്നും അങ്ങനെ കിട്ടിയതല്ല. പഠിച്ചതാണോ കൊച്ച്? പഠിച്ചതാ. ചേട്ടന് ആഗ്രഹമായിരുന്നോ കൊച്ചിന് ഡാൻസ് പഠിപ്പിക്കണമെന്ന്? ഇഷ്ടായിരുന്നു. ചെറുതിനെ വിടുന്നുണ്ടാ? ചെറുതിനെ എനിക്ക് പാട്ട് പഠിപ്പിച്ചാൽ കൊള്ളാന്നൊരു ആഗ്രഹം. ഇപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ പാട്ടിനെ ശ്രദ്ധിക്കുകയും ചെറുതായിട്ട് മൂളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു സ്കില്ലുണ്ടെങ്കിൽ മാത്രം പഠിപ്പിക്കും. ഇവക്ക് ഡാൻസിന് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം തൊട്ടേ ഈ ടിവിയിൽ കാണുന്ന ഡാൻസ് എല്ലാം അത് കണ്ടിട്ട് അതേ കൊറിയോഗ്രാഫിയിൽ അവള് ചെയ്യുമായിരുന്നു. അത് കണ്ട് പഠിച്ച് തന്നെ ചെയ്യും. പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു, അങ്ങനെ ഇഷ്ടമായിരുന്നു. അപ്പൊ ടേസ്റ്റ് മനസ്സിലായി, ആ സ്കിൽ ഉള്ളിലുണ്ട്. ഏതാ മോള്? ഭരതനാട്യം. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ.